ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം നമുക്ക് രണ്ട് അടിപൊളി ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏകദേശം ഒരു എന്താ പറയുക, ഒരു ഡോളർ ഏകദേശം ഒരു $100, മറ്റേ ഡോളർ ഏകദേശം ഒരു $200. ഏകദേശം ഒരു 10-30,000 രൂപയുടെ ട്രേഡാണ് കിട്ടിയിട്ടുള്ളത്. അതിലൊരു ട്രേഡിൻ്റെ ഫുൾ ടീപ്പിയും കാര്യങ്ങൾ ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് എടുത്ത ട്രേഡ് എന്ന് പറയുന്നത് BTC/USD എടുത്ത ഈ ട്രേഡാണ്. ഓക്കെ, ഈ ട്രേഡ് TP അടിച്ചിട്ടില്ല, ബട്ട് സ്റ്റിൽ ഗോയിങ് ഓൺ ആണ്. ഓക്കെ, TP മേ ബി ടുമോറോ ആയിരിക്കും ചാൻസ് ഉണ്ടാവുക. ഈ ട്രേഡിൻ്റെ വിശേഷം എന്ന് പറയുന്നത്, ഇത് ഇന്ന് രാവിലെ നമുക്ക് കിട്ടിയ ട്രേഡാണ്. ഇത് ഇന്നലെ ഞാൻ പറയണേ, ഇന്നലെ ട്രംപ് അധികാരത്തിൽ കയറിയപ്പോൾ മാർക്കറ്റ് ഒന്ന് ഇടിഞ്ഞു. ബിറ്റ്കോയിൻ്റെ ഒന്ന് സടയെന്ന് വെച്ചിട്ട് ഇടിഞ്ഞു. അതായത് ആ ഒരു ഇടിവാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് 1 ഹവറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ക്ലിയർ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുക, ഇനി കയറി പോകുന്നത്. ഓക്കെ, മാർക്കറ്റ് എന്തായാലും ഈ ഹൈ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഫെബ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ടാർജറ്റ് സെക്കൻഡ് ടാർജറ്റ് ഒക്കെ അടിക്കേണ്ട ടൈമായി. ബട്ട് ഞാനത് ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. ഇതൊരിക്കലും 100% കൺഫർമേഷൻ എൻട്രി ആണ്. അതുകൊണ്ടാണ് ഈ ട്രേഡ് ഞാൻ ഇട്ടത്. ഓക്കെ, ട്രംപ് പറയുന്ന പോലെ തന്നെ ബിറ്റ്കോയിൻ ടു ദ മൂൺ. ഈ ട്രേഡിൻ്റെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്തു. ഇനി എന്തായാലും ഇതിൻ്റെ ഹൈ എടുക്കും. ഈ ഒരു ലിക്വിഡിറ്റി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഇതിൻ്റെ ഹൈ എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും മാർക്കറ്റ് കയറും. ഓക്കെ, മേ ബി മാർക്കറ്റ് എന്ത് ചെയ്യും, ചിലപ്പോൾ ഇവിടുന്ന് ഒന്നുകൂടി ഇങ്ങനെ ഇറങ്ങിയിട്ട് അടുത്ത തവണ ഇങ്ങനെ കയറും. മേ ബി ഇത് ഹിറ്റ് ആവുന്നത് എന്താ പറയുക, നാളെ മോർണിംഗ് അല്ലെങ്കിൽ നാളെ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും ഹിറ്റ് ആവുക. ഓക്കെ, മാർക്കറ്റ് എങ്ങനെ വോളിയം ഉണ്ടാവുന്നത് നമുക്ക് കണക്കൂട്ടി പറയാൻ പറ്റില്ല. ഓക്കെ, വോളിയം വരുന്നതിനനുസരിച്ചായിരിക്കും മാർക്കറ്റിൽ എന്തുണ്ടാവുക, മാർക്കറ്റിൽ മൂവ്മെൻറ്റ്സ് പെട്ടെന്ന് ഉണ്ടാവുക. ഓക്കെ, ബിറ്റ്കോയിൻ്റെ ഒരു ട്രേഡ് ഇതാണ്. അടുത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് USD/JPY. USD/JPY നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്ര പെർഫെക്റ്റ് അല്ലേ ട്രേഡ്. ഇത് USD/JPY കിട്ടിയ ട്രേഡാണ് കേട്ടത്. ഇത് 1 ഹവർ തന്നെയാണ്. ഇത് നമ്മൾ ഇന്നലെ എടുത്ത ട്രേഡ് ഇന്നാണ് ഹിറ്റ് ആവുന്നത്. ഓക്കെ, ഇതിൽ ഏകദേശം എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സൂക്ഷിച്ച് നോക്കിക്കോ. ബിറ്റ്കോയിൻ്റെ ട്രേഡിലെ പ്രോഫിറ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ലൈവ് ട്രേഡാണ്, ഫണ്ടഡ് അക്കൗണ്ടിലെ ലൈവ് ട്രേഡാണ്. ട്രേഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏകദേശം $60 $60 പ്രോഫിറ്റിലാണ്. ഓക്കെ, ഇതിൻ്റെ പ്രോഫിറ്റ് ടാർജറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാൻ $82 ആണ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ $180 ആണ് എന്ത് എൻ്റെ പ്രോഫിറ്റ് ടാർജറ്റ് എന്ന് പറയുന്നത്. ഇത്ര വരെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ പ്രോഫിറ്റ് ടാർജറ്റ് അടിക്കും. അതായത് ഏകദേശം ഇതിൻ്റെ ഒരു മേലെ ഈ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ പ്രോഫിറ്റ് ടാർജറ്റ് അടിക്കും. ഓക്കെ, TP അടിക്കും. നമുക്ക് നേരത്തെ കിട്ടിയ ട്രേഡിന് നോക്കാം. നേരത്തെ കിട്ടിയ ട്രേഡിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ആകെ രണ്ട് ട്രേഡേ ഉള്ളൂ. അതിൽ ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് അടിച്ചു, ബട്ട് കുഴപ്പമില്ല, പോട്ടെ, സാരില്ല. ബട്ട് ഈ ട്രേഡ് നമുക്ക് ഏകദേശം $96 ആണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. $96. ഓക്കെ, അത് ഈ അക്കൗണ്ടിനായിട്ട് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ $92 പറയുമ്പോൾ ഏകദേശം 2% ആണ്. 2% ആണ് മാർക്കറ്റ്, എൻ്റെ എന്താ പറയുക, ബാലൻസ് ഈക്വിറ്റി ഹൈ ആയിട്ടുള്ളത്. ഓക്കെ, 2%. ഓവറോൾ ഇന്ന് ഞാൻ $76 പ്രോഫിറ്റിലാണ്. എനിക്കിവിടെ കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുള്ള E8ൻ്റെ ഡെമോ അക്കൗണ്ടാണ്. E8ൻ്റെ ഫണ്ടഡ് അക്കൗണ്ടാണ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, E8ൻ്റെ അക്കൗണ്ടാണ്. എത്ര പെർഫെക്റ്റ് ആയിട്ട് വന്ന് ടാർഗറ്റ് അടിച്ചു എന്ന് കണ്ടോ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഡിമാൻഡ് സോൺ ആയിരുന്നു. അവിടെ തട്ടി അവിടുത്തെ ലിക്വിഡിറ്റി ഒരു പ്രാവശ്യം എടുത്തു, എന്നിട്ട് ഇറങ്ങി. ഇവിടുത്തെ ലിക്വിഡിറ്റി മൊത്തം എടുത്തിട്ട് ഇറങ്ങി. രണ്ടാമത് റീടെസ്റ്റ് അടിച്ചിട്ട് ഇറങ്ങി. മൂന്നാമത് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലെ ഓർഡേഴ്സ് വന്ന് ഫില്ലായി അടിയിലേക്ക് ഇറങ്ങി. നല്ല പെട്ടെന്ന് തന്നെ അടിയിലേക്ക് ഇറങ്ങി. ഇതാണ് നമ്മളെ ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത്. ഇന്നോ ഏകദേശം ഇതും കൂടി ഒത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം $30,000 രൂപ. നമ്മൾ USD കണക്ക് കൂട്ടുകയാണെങ്കിൽ 96 ഉള്ളൂ. ബട്ട് അത് ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് $96 എന്ന് പറയുമ്പോൾ ഏകദേശം 8,500 രൂപയോളമായി. 8,500 രൂപയോളമായി $96 എന്ന് പറയുമ്പോൾ. നമുക്ക് ഈ ടാർജറ്റ്, ഇത് ഓൾറെഡി ഇവിടെ ടാർജറ്റ് അടിച്ചിട്ട് മേലെ കയറി, രണ്ടാമത് വന്നിട്ട് ഫുൾ ടാർജറ്റ് അടിച്ചു. ഓക്കെ, ഫസ്റ്റ് ഇവിടെ തന്നെ ടാർജറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. $96 നമുക്ക് പ്രോഫിറ്റും കിട്ടി. ഓക്കെ, ഇന്നത്തെ ട്രേഡ് ഇതാണ്.
നിങ്ങൾക്കും ഇതേപോലെ തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതേപോലെ നിങ്ങൾക്കും ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യണം? പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുക. ഫോക്കസ് വേറെ ഒന്നിലേക്കും പോവാതെ ഇതിൽ തന്നെ ആക്കുക. ഇൻസ്റ്റാഗ്രാമിലെ റീല് കണ്ടിരുന്നോണ്ട് നിങ്ങൾക്ക് ആരും കാശ് കൊണ്ടൊന്നും തരില്ല. യൂട്യൂബിൽ ഷോർട്സ് കണ്ടുകൊണ്ട് ആരും നിങ്ങൾക്ക് കാശ് തരില്ല. ബട്ട് നിങ്ങൾ യൂട്യൂബിൽ ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കാശ് ഉണ്ടാക്കാനുള്ള വഴി നിങ്ങൾ പഠിക്കും. ആരും കാശ് കൊണ്ടുവന്ന് തരുമൊന്നുമില്ല. കാശ് ഉണ്ടാക്കാനുള്ള വഴി നിങ്ങൾ പഠിക്കും. ഓക്കെ. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഓക്കെ. എന്നും പറയാറുള്ള പോലെ തന്നെ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കാനേ പാടില്ല. കാരണം സമയം നിങ്ങളെ കാത്തു നിൽക്കാനേ പോവില്ല. ഓക്കെ. സമയം നിങ്ങളെ കാത്തു നിൽക്കുകയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? സമയത്തിനെ പിടിച്ചു കെട്ടിയിട്ട് നിങ്ങൾ വേണം പ്രോപ്പറായിട്ട് ടൈം യൂസ് ചെയ്തിട്ട് നിങ്ങളെ സക്സസ് നിങ്ങൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കണം. സോ അത് ഞാൻ ഹെൽപ്പ് ചെയ്യാം നിങ്ങളെ. ഓക്കെ. സോ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ മര്യാദയ്ക്ക് കാണുക. വീഡിയോസിൽ പറയുന്ന കാര്യങ്ങൾ മര്യാദയ്ക്ക് ചാർട്ടിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ടൊക്കെ മനസ്സിലാക്കി എടുത്തിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക. ഒരൊറ്റ മൂവ്മെൻറ്റേ ഉള്ളൂ. അല്ലാതെ പലരും പറയണ പോലെ 100% ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും മാർക്കറ്റിലില്ല. അങ്ങനെ മാർക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്നോ ഡിസ്ട്രോയ് ആയി പോയിട്ടുണ്ടാവും. അങ്ങനെ 100% ആയിട്ടൊന്നുമില്ല. 100% ആയിട്ടുള്ളത് ലിക്വിഡിറ്റി എന്നുള്ളത് മാത്രമാണ്. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താ? പൈസ. മാർക്കറ്റ് എവിടെ പൈസ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ അതിനൊക്കെ കുറേ ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ലിക്വിഡിറ്റി കണ്ടുപിടിക്കുന്നത്. പക്ഷെ മാർക്കറ്റ് എങ്ങനെ പോകും എന്നുള്ളത് ബിഗ് പ്ലേയേഴ്സിൻ്റെ കയ്യിലുള്ളതാണ്. ഓക്കെ. സോ എല്ലാവരും മാക്സിമം എന്താ പറയുക, പ്രാക്ടീസ് ചെയ്യുക. നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.